ഞങ്ങളൊക്കെ ഇവിടുന്ന് പോവാണ് കേട്ടോ. ഞങ്ങളെ വീട്ടിൽ നിന്ന് പോവാണ് മഴനെ പേടിച്ച്. ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കുറേ ആയില്ലേ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, വേറൊന്നും കൊണ്ടല്ല, കുറച്ച് പ്രശ്നങ്ങളിലായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ലാസ്റ്റായിട്ട് പറഞ്ഞാൽ തിരിച്ച് മടക്കുണ്ടാവും. അപ്പോൾ തൽക്കാലത്തിന് നമ്മളവിടുന്ന് വീട്ടിൽ നിന്ന് പോന്നിക്കാണ്. ഇപ്പോൾ അതാ നല്ല മഴയായിരുന്നു കേട്ടോ. അന്ന് വയനാട്ടിൽ സംഭവിച്ചെന്ന് അതിൻ്റെ പിറ്റേന്നത്തെ സംഭവമാണ് കേട്ടോ അത്. നമ്മൾ വീട്ടിൽ നിന്ന് പോന്നിക്കാണ്. കാരണം ബാക്കിലൊക്കെ റബ്ബറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മുറിച്ച് കഴിഞ്ഞാണ്ട് പിന്നെ മണ്ണ് എന്തെങ്കിലുമൊക്കെ ആയി പെരമൊക്കെ വരുമോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് മാറുകയാണ്. ഞങ്ങളെല്ലാവരും അല്ല, ഞങ്ങളെ വീട്ടിൽ നിന്നും പിന്നെ അമ്മോൻ്റെ അവിടെ നിന്നുള്ളവരും ഒക്കെ മാറുകയാണ്. അപ്പോൾ അന്നത്തെ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ അല്ല, വൈകുന്നേരമൊക്കെ നിൽക്കാതെ നല്ല മഴയായിരുന്നു. അപ്പോൾ അമ്മോനും ഓരൊക്കെ അമ്മോൻ്റെ മോന് ഓരോ വൈഫിനെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്ട് വന്നിരുന്നു. അപ്പോൾ ഒരു കാറിലായിരുന്നു പോകുന്നത്. അപ്പോൾ കാറിൽ പോയപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കുഞ്ഞമ്മാൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയാണ്ട് ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ റോട്ടുമ്മക്ക് ഇങ്ങനെ നടന്ന് പോവുകയാണ്. അപ്പോൾ നമ്മൾ റോഡിൻ്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെയാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ കാറിൽ കയറിങ്ങാണ്ട് അങ്ങനെ പോവുകയാണ്. ഓളെ വീട്ടിലേക്ക് ആക്കി കൊടുക്കാനും പിന്നെ നമ്മളൊപ്പം ജുബിയും കുട്ടികളും ഞാനും നമ്മളെ അമിനിയും ഓരൊക്കെ ഉണ്ട്. പിന്നെ കുഞ്ഞാവൻ്റെ സ്കൂളിൽ എന്തോ പരിപാടി ഉണ്ടായിട്ട് ഉമ്മയും കുഞ്ഞാവയും അങ്ങോട്ട് പോയിക്കാണ്. ഒരു തിരിച്ച് വരുമ്പോൾ ഓരവിടെ ഇറങ്ങും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ പോണത് നമ്മളെ കുഞ്ഞമ്മാൻ്റെ വീട്ടിലേക്കാണ്. ഉമ്മാൻ്റെ അൻസത്തിൻ്റെ വീട്ടിലേക്ക് നമ്മളെ വീഡിയോയിലൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഓളെ വീട്ടിലേക്കാണ് പോണത്. അങ്ങനെ നമ്മളവിടേക്ക് അവിടെ വണ്ടി ഇറങ്ങിങ്ങാണ്ട് കോറിപ്പടിക്ക തന്നെയാണ് കേട്ടോ. എന്നാലും വലിയ അലമ്പ് പറഞ്ഞാൽ മണ്ണിടിച്ചിലിൻ്റെ പേടിയില്ല, കുറച്ച് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റിയ സ്ഥലം എന്ന് പറഞ്ഞാൽ കുഞ്ഞമ്മാൻ്റെ അവിടെ തന്നെ ഉള്ളൂ. അപ്പോൾ പിന്നെ അങ്ങോട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുഞ്ഞമ്മാൻ്റെ അവിടെയും തന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുഞ്ഞാവക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം കുഞ്ഞമ്മാൻ്റെ അവിടെ വെള്ളത്തിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. വെള്ളം ടാങ്കും കാര്യങ്ങളൊക്കെ ബാത്റൂം അങ്ങനെയൊക്കെ ആയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇനി എത്ര ദിവസം നമ്മളിവിടെ നിൽക്കാമെന്നുള്ളത് അറിയില്ല. ഏതായാലും 3 ദിവസം അവിടെ നിന്നിരുന്നു. അത് കുഞ്ഞമ്മാൻ്റെ അടുക്കളയാണ്. ഒക്കെ എല്ലാവരും പരിതാപകരമായ ജീവിതമായതുകൊണ്ട് നമ്മളുള്ളതിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് 3-4 ദിവസം അവിടെ നിന്നു കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ വലിയ ഏട്ടനും ഇക്കയും കൂടെയും പറഞ്ഞ് നമുക്ക് വാടകയ്ക്ക് എങ്ങോട്ടേലും മാറില്ലേ എന്നൊക്കെ പറഞ്ഞ്. റോഡിൻ്റെ അവസ്ഥയൊക്കെ നിങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ടതല്ലേ. ഇനിയിപ്പോൾ വെയിലൊക്കെ അരച്ചുകൊണ്ട് നല്ല ഇതാവുമ്പോൾ കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് തിരിച്ച് മഴയൊക്കെ നടങ്ങിയിട്ട് ഒരു 3-4 മാസമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ തന്നെ പോവാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിന്നു കേട്ടോ. അപ്പോൾ ഏതായാലും കുഞ്ഞമ്മാൻ്റെ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. കുഞ്ഞാമ്മയും കുട്ടികളും തന്നെ ഉള്ളൂ വീട്ടിലുള്ളത്. അതുകൊണ്ട് പിന്നെ നമ്മളും അവിടെ തന്നെ നിന്നു. പിന്നെ ജൂബിയൊക്കെ പിന്നെ മഴയൊക്കെ ഒന്ന് അടങ്ങിയപ്പോൾ പറഞ്ഞാൽ മഴ കുറഞ്ഞപ്പോൾ ഓരോ വീട്ടിൽ തന്നെ തിരിച്ചു പോയി കേട്ടോ. അപ്പോൾ അതൊക്കെ തന്നെയുള്ളൂ ചെറിയ സംഭവം കാര്യങ്ങൾ. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മളെ മൂത്തമ്മ ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അതൊന്നും കുഴപ്പമില്ലാതെ ഒരു തിരിച്ചെത്തിക്കണം. മൂത്തമ്മയൊക്കെ ഇപ്പോൾ അമ്മോൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഓരോ കുട്ടികളില്ലാത്തതുകൊണ്ട് നോക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് അമ്മോൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം. പിന്നെ വരാനുള്ളത് വജ്ജത്തങ്ങൂല പറഞ്ഞ മാതിരി നമുക്ക് വിധിച്ചത് എവിടെയെന്ന് വെച്ചാൽ നമുക്ക് എന്തായാലും എത്തിച്ചേരുന്ന ഉറപ്പാണല്ലോ. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ കുറച്ച് കണ്ടറിയുക, അത്ര തന്നെ ഉള്ളൂ. പിന്നെ ഒക്കെ പഠിച്ചോൻ്റെ അടുത്തല്ലേ. ഏതായാലും അങ്ങനെയൊക്കെയാണ് നമ്മളെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. പിന്നെ കുഞ്ഞാവി ഒക്കെ ഉണ്ടായതുകൊണ്ട് ഉമ്മാക്കും തന്നെ ഗതികേടല്ലേ. അപ്പോൾ പിന്നെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ വിചാരിച്ചുകൊണ്ട് അങ്ങനെ ഞങ്ങൾ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞാമാരുടെ അവിടെയാണ് നിൽക്കുന്നത് തൽക്കാലത്തിന്. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും വീട് നോക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. അപ്പം എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, അസ്സലാമു അലൈക്കും.